ലാസ്റ്റ് മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ ബ്രെഡ് ലൊക്കേറ്ററിൻ്റെ ഒരു ഓവറോൾ വർക്കിംഗ് വിത്ത് APIs അത് കാണിച്ചു തരാണ്. നെറ്റ്വർക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട്, അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം നമുക്കത് ഓവർകം ചെയ്യാം. ആദ്യം നമുക്ക് ജസ്റ്റ് ആപ്പ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, ആപ്പിൻ്റെ ഈ ലോഗിൻ പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. രജിസ്ട്രേഷൻ മുതലാണ് ഡയറക്റ്റ്ലി APIs സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ആക്ച്വലി പഴയ ആപ്പൊക്കെ ചെയ്തിട്ടുള്ളത് ഫയർബേസ് ഒതൻറ്റിക്കേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ അതിനായിട്ട് സെപ്പറേറ്റ് വേറെ ചെയ്യേണ്ട, ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് പോയാൽ മതി. ഫയർബേസ് ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുക. വൺസ് ഒതൻറ്റിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ സൈനപ്പ്, ആ സൈനപ്പിൻ്റെ API നമുക്ക് നോക്കാം. ഞാൻ വീഡിയോൻ്റെ ട്രാക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം 0.1.0 ഇതിൽ നമുക്ക് ഫയർബേസ് ഒതൻറ്റിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് 0.1.50 രജിസ്റ്റർ API. നമുക്കത് നോക്കാം. ഇപ്പോൾ കറൻ്റ്ലി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്? ഫുൾ നെയിം, ഇമെയിൽ, മെഡിക്കൽ ലൈസൻസ് നമ്പർ, സ്പെഷ്യാലിറ്റി, ക്ലിനിക്, ഹോസ്പിറ്റൽ അഫിലിയേഷൻ, ക്വാളിഫിക്കേഷൻ, ഫോൺ നമ്പർ. ഫോൺ നമ്പറൊക്കെ ഓൾറെഡി നമ്മൾ OTP റിക്വസ്റ്റ് ചെയ്ത നമ്പർ ഇങ്ങോട്ട് പ്രോബ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ്റെ പോർഷൻ നോക്കാം. ഇതിൽ ഈ ന്യൂ അപ്ഡേറ്റ് ആണ് കംപ്ലീറ്റ്ലി പുതുതായിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ പഴയ ആപ്പിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ രജിസ്റ്റർ ഓൾറെഡി പഴയതിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ ചെയ്യുന്ന സമയത്തൊന്ന് നോക്കി വെച്ചതാണിത്. ഓക്കെ, ഇതിൽ നമ്മൾ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വെച്ചിട്ട് API കോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു ഇതിപ്പോൾ ഡോക്ടറാണോ, ഓക്കെ, പുതിയൊരു ഡോക്ടറെ രജിസ്റ്റർ ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പോൾ കുറേ ഡോക്ടർ ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൽക്കാലം ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഡോക്ടർ എന്ത് പേര് കൊടുക്കും? ഓക്കെ, ഡോക്ടർ ന്യൂ എന്ന് കൊടുക്കുന്നുണ്ട്. ഇമെയിൽ doctornew.test@doctor.com ഒക്കെ മതി. ഫസ്റ്റ് നെയിം ഡോക്ടർ ന്യൂ തന്നെ കൊടുക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ തൽക്കാലം ഒരു പുതിയ യൂണിക്ക് നമ്പർ കൊടുക്കാം, 300. ഓക്കെ, ഇതാണ് തൽക്കാലം ഞാൻ കൊടുത്തിട്ടുള്ളത്. മെഡിക്കൽ ലൈസൻസ് നമ്പർ നമുക്ക് തൽക്കാലം ഒരു നമ്പർ കൊടുത്തു എന്നുള്ളൂ. ഡിസ്പ്ലേ നെയിം ഇതിപ്പോൾ നമുക്ക് യൂസേജ് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല. നിങ്ങൾക്ക് ആപ്പിൽ ഇങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അഫിലിയേഷൻ, ഹാവ് അഫിലിയേഷൻ, യെസ്. ഇതൊക്കെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ചോദിക്കുന്നുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. ഒന്നില്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എവിടെയെങ്കിലും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഹോസ്പിറ്റൽ അഫിലിയേഷൻ, അതാണത്. പിന്നെ ഈസ് ബ്ലോക്ക്ഡ്, അത് 0 ആക്കി കൊടുക്കുക. ഈ യൂസർ ടൈപ്പ് 1. യൂസർ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ യൂസേഴ്സും അത് പേഷ്യൻറ്റും ഡോക്ടറാണ്. അതിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. നമുക്ക് വഴിയെ അത് എന്താ സംഭവം നോക്കാം. ഇപ്പോൾ യൂസർ ടൈപ്പ് 1 ആണ് ഡോക്ടറിന് വേണ്ടി കൊടുക്കേണ്ടത്. കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ, ഇത് ഒരു ആദ്യം കാറ്റഗറി API വിളിക്കേണ്ടതുണ്ട്. ഗെറ്റ് കാറ്റഗറി എന്നുള്ള ഒരു പോർഷൻ വിളിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ കാറ്റഗറി 1 ഇതിലേക്കാണ് യൂസർ ഈ ഒരു പുതിയ ഡോക്ടറെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തായിട്ടുണ്ട്, ഡോക്ടർ സൈനപ്പ് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. രജിസ്റ്റർ ആയതിൻ്റെ ഒരു സൂചനയാണ് ഇവിടെ 201 വന്നിട്ടുള്ളത്.
ഓക്കെ. പിന്നെ യൂസറെ ടോക്കൺ കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്പിൻ്റെ ലോക്കൽ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മളിപ്പോൾ പ്രൊഫൈല് സൈനപ്പ് ചെയ്തു. ഓക്കെ. അപ്പോൾ ബാക്ക് ടു ലോഗിനിലേക്ക് തിരിച്ചു വരിക. ലോഗിൻ പേജ് നമ്മുടെ ആപ്പിനുണ്ടോ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഓക്കെ. ഇവിടെ വീണ്ടും ലോഗിനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൻ്റെ UI പ്രകാരം ലോഗിനിലേക്ക് പോകാമെന്നാണ്. സ്ക്രീന് മിസ്സിങ് ആണോ? ഓക്കെ. എനിവേ ഓൾറെഡി സൈനപ്പ് ചെയ്ത് ഓക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇൻ കേസ് നമുക്ക് ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ എന്തെങ്കിലും ഒരു API ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കാം. 0605 ഗെറ്റ് യൂസർ API. ഈ API ഞാൻ ജസ്റ്റ് പേര് ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ഏതായിരുന്നു? ബ്ലഡ് ലൊക്കേറ്റർ ന്യൂ അപ്ഡേറ്റ് രജിസ്റ്റർ യൂസർ. ഇതാണ് നമ്മൾ രജിസ്റ്റർ യൂസർ. ഇനി ഗെറ്റ് യൂസർ API നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്ടർ ID കിടക്കുന്നത് ഇതാണ്. നമുക്ക് ഗെറ്റ് യൂസർ എന്ന് പറഞ്ഞൊരു API ഉണ്ട്. അതിൽ ID വെച്ചിട്ടൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ. ഞാൻ അവിടെ ID റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് കൊടുക്കുകയാണ്. ഓക്കെ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഗെറ്റ് യൂസർ വെച്ച് കോൾ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി ഈ ഒരു APIയിലാണ് എടുത്തു വരുന്നത്. ഓക്കെ. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആപ്പിൻ്റെ ലോക്കൽ സ്റ്റോറേജിൽ കീപ്പ് ചെയ്യേണ്ടത്. പിന്നീട് യൂസറിൻ്റെ ID യൂസറിൻ്റെ നെയിമും ഒക്കെ ലോക്കൽ സ്റ്റോറേജിൽ നിന്ന് എടുത്തവിടെ ആവശ്യമുള്ളിടത്ത് കാണിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഗെറ്റ് യൂസർ എന്നുള്ള API നോട്ട് ചെയ്യുക. ഇവിടെ റെക്കോർഡ് ചെയ്യുക. ഇത് എപ്പോഴെപ്പോഴും ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല, വീഡിയോ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഗെറ്റ് യൂസർ API ഓക്കെ അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിൽ വരുന്നത് എന്താണ്, കുറച്ച് ഡാഷ്ബോർഡിലേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഡാഷ്ബോർഡ് ഓക്കെ 0708 ആയി. ഓക്കെ. ഡാഷ്ബോർഡിൻ്റെ API ഏതൊക്കെ നോക്കാം. ഇതിവിടെ ടോട്ടൽ അപ്പോയിൻമെൻറ്റ്സ്, ടോട്ടൽ പേഷ്യൻസ്, ഇവിടെ ഇതെന്തുമായി ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ഇത്ര തന്നെ ഉള്ളൂ ഇവിടെ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ട API ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കട്ടെ. ഓക്കെ. ഡോക്ടർ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ. ഡോക്ടർ ലാൻഡിംഗ് പേജ് ഇതാണ്. ഈ ലാൻഡിംഗ് പേജിലേക്ക് നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ കിട്ടും. ആ ടോക്കണാണ് ഈ കിടക്കുന്നത്. ഇത് നമുക്ക് ഗെറ്റ് യൂസറിൽ ID വെച്ച് കോൾ ചെയ്താൽ നമുക്കത് കിട്ടുന്നുണ്ട് ഇല്ലേ? ഓക്കെ. ഇവിടെ കിട്ടുന്നില്ല. കുഴപ്പമില്ല, നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ജസ്റ്റ് നോട്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ യൂസർ കൊടുത്ത സമയത്ത് കിട്ടുന്നുണ്ട്. ആക്ച്വലി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുമല്ലോ അല്ലേ? അപ്പോൾ അത് കീപ്പ് ചെയ്താലും മതി. ലോഗിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓൾറെഡി എപ്പോഴെപ്പോഴും സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ കേസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ പോയി ലാൻഡിംഗ് പേജ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ടോക്കൺ റീപ്ലേസ് ചെയ്തു, സേവ് ചെയ്തിട്ട് ഗെറ്റ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, ടുഡേയ്സ് അപ്പോയിൻമെൻറ്റ് 0, ടോട്ടൽ പേഷ്യൻറ്റ് 0, ടുഡേയ്സ് ടോക്കൺ അലോട്ടഡ് 0. അപ്പോൾ അത് ഫ്രഷ് ഡോക്ടർ ആയതുകൊണ്ട് ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇവിടെ അതിനനുസരിച്ച് കാണിക്കുക. ഈ ഗ്രാഫൊക്കെ നമുക്കുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാൻഡിംഗ് പേജ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ പേജിൻ്റെ കേസ് ഒന്ന് നോക്കാം. 10:25 ലോഗിൻ. ഓക്കെ, ഇൻ കേസ് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് ലോഗൗട്ടായി പോയിട്ടുണ്ടാകും. അപ്പോൾ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ APIക്ക് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ലോഗിൻ, ഓക്കെ ഇവിടെ ലോഗിൻ ഉണ്ട്. അപ്പോൾ ലോഗിനിലേക്ക് എന്താ വേണ്ടത് നോക്കട്ടെ. മൊബൈൽ ലോഗിൻ ആയിരിക്കും വേണ്ടി വരിക. മൊബൈൽ ലോഗിനിലേക്ക് നമ്പർ, OTP അറിയാലോ, ഫയർബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് മൊബൈൽ നമ്പർ വെച്ചിട്ട് ബാക്കെൻഡിലേക്ക് കോള് പോയാൽ മതിയാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് നമ്പറാണ് കൊടുത്തിരുന്നത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്? ഇതാണല്ലേ. ഇത് വെച്ചിട്ട് ലോഗിൻ APIയിലേക്ക് കോൾ ചെയ്ത് നോക്കട്ടെ. പോസ്റ്റാണ്. ഓക്കെ, ലോഗിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? ടോക്കൺ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ന്യൂ എന്നുള്ള പേരാണ്. യൂസർ ID ഇതാണ്. ഇതൊക്കെ സെയിം തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ ഗെറ്റ് യൂസർ IDക്കും കൊടുത്ത ആ ID തന്നെയാണ് ഇവിടെ ലോഗിൻ ചെയ്തപ്പോഴും വന്നിട്ടുള്ളത്. മൊബൈൽ ലോഗിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈൽ ലോഗിൻ ആണ് എന്ത് നമ്മുടെ ലോഗിൻ ചെയ്യേണ്ട API. അത് സ്ക്രീന് മിസ്സിങ് ആ തോന്നുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാ വെച്ചാൽ ഡിസൈൻ ചെയ്തിട്ട് ഈ API കോൾ ചെയ്താൽ മതി. അതിലേക്ക് മൊബൈൽ നമ്പർ പാസ് ചെയ്യാൻ വേണ്ട. OTP ജസ്റ്റ് ഡമ്മി OTP എന്തെങ്കിലും കൊടുക്കണം തോന്നുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം വേറെ കുറേ ഉണ്ട്. അപ്പോൾ അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, OTPൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഈ ഹെഡറിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല, പ്ലെയിൻ API ആണ്. അപ്പോൾ ഇതാണ് മൊബൈൽ ലോഗിൻ API. ലോഗിൻ ചെയ്ത് ഇവിടെ എത്തി. ഇനി സ്റ്റാർട്ട് കൺസൾട്ടിങ്. കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എന്ത് വേണം? പേഷ്യൻസ് നമ്മളെ അപ്പോയിൻമെൻ്റ് എടുക്കണ്ടേ? അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറയാം. അതിന് മുമ്പ് ഓഫ്ലൈൻ എന്നുള്ളൊരു പോർഷൻ കണ്ടില്ല ഇവിടെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈനും ഓൺലൈനും വരുന്നുണ്ട്. അപ്പം അതിൻ്റെ API നോക്കാം. അതൊക്കെ ആക്ച്വലി അപ്ഡേറ്റ് യൂസറിൽ വരുന്നതാണ്. നോട്ട് ചെയ്യട്ടെ. 12:13 ആയില്ലേ? 13 ഓൺലൈൻ ഓഫ്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്ഡേറ്റ് യൂസർ. അപ്ഡേറ്റ് യൂസർ എന്നുള്ള API ആവാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. ഓതറൈസേഷൻ കൊടുക്കണോ വേണ്ടേ നമുക്ക് നോക്കാം. എല്ലാം നോക്കാം. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് യൂസറിനെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതന്നെയാണ്. ഇത് ഞാൻ കൊടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഏതൊരു യൂസറാണ്. തൽക്കാലം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, യൂസർ ടൈപ്പ് അല്ല, വേറൊരു കീ ഉണ്ടാവില്ല. പേഷ്യൻ കൗണ്ട്, കൺസൾട്ടേഷൻ ബുക്ക്, യൂസർ ടൈം ഇതല്ല തോന്നുന്നുണ്ട്. വേറെ നോക്കട്ടെ. ഇനി ഈ കീ ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടത് പോയതാണോന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഈസ് ഓൺലൈൻ കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പുട്ട് റിക്വസ്റ്റ് ആണ്. പുട്ട് റിക്വസ്റ്റ് ജസ്റ്റ് കോൾ ചെയ്തു. ഓൾറെഡി എക്സിസ്റ്റ്, യൂണീക്ക് ഓൾറെഡി എക്സിസ്റ്റ്. ID വല്ലതും മാറ്റി യൂസർ IDയോ പോസ്റ്റ് പോലെ പോയോന്ന് ഡൗട്ട്. ID കൊടുക്കാത്തത് കൊണ്ടാണോ? ഓക്കെ,
ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട കേസ് വരുന്നുണ്ട്. ഒന്ന് യൂസർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതാണ് നമുക്ക് ഈ വരുന്ന യൂസറിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് ഒരു ടേബിളിലും അഡീഷണൽ ഡീറ്റെയിൽസ് വേറെ ടേബിളാണ് കീപ്പ് ചെയ്യുന്നത്. ഈ ID ആയിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസറിൻ്റെ കാര്യങ്ങളൊക്കെ പോകുമായിരിക്കും. ഡോക്ടർ ന്യൂ നല്ല പേരുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആപ്പിൽ നിന്നൊക്കെ ഓൾറെഡി ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ വാല്യൂ അടക്കുന്നുണ്ടാവുക. ഞാൻ ഇവിടെ എല്ലാം കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. തൽക്കാലം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം. മൊബൈൽ നമ്പർ അവിടെ എന്താ കൊടുത്തിരുന്നത്? മൊബൈൽ നമ്പർ കൊടുത്ത് ഈസ് ഓൺലൈൻ ഇപ്പോൾ 0 ആണ്. കറൻ്റ്ലി ഇപ്പോൾ നമ്മുടെ യൂസറിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഈസ് ഓൺലൈൻ. ഓക്കെ, ഈസ് ഓൺലൈൻ ഫാൾസ് ആണ്. നമുക്കിത് ഓൺ ആക്കുന്ന രീതിയിൽ, അതായത് ഓൺലൈൻ ആക്കുന്ന രീതിയിൽ നോക്കാം. 1 കൊടുത്തു. 1 മീൻസ് ഓൺ, 0 മീൻസ് ഫാൾസ് ഓർ ഓഫ്. മെഡിക്കൽ ലൈസൻസ് നമ്പർ, ഡിഗ്രി, ഹോസ്പിറ്റലിൻ്റെ ID ആണ്. ഹോസ്പിറ്റലൊക്കെ ഗെറ്റ് ചെയ്യുന്ന API ഉണ്ട്. കൺസൾട്ടേഷൻ ഫീ, PhD, പ്രൊഫൈൽ പിക്ക്, URL കീപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യൂസർ ID 19. ഓക്കെ, നമുക്കിനി അപ്ഡേറ്റ് യൂസർ IDയും കൂടെ കൊടുത്തു നോക്കാം. സേവ് ചെയ്യുന്നുണ്ട്, കൊടുത്തു നോക്കാം. പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓൺലൈൻ്റെ കേസ് നോക്കട്ടെ. ഇവിടെ കണ്ടില്ലേ, ഓൺലൈൻ എന്തായി? ട്രൂ ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്? യൂസറിൻ്റെ ID എന്താ വെച്ചാൽ ഇവിടെ കൊടുക്കുക. പിന്നെ യൂസർ ഡീറ്റെയിൽസ് ID, അത് ഓൾറെഡി നിങ്ങൾക്ക് ഗെറ്റ് യൂസർ വിളിക്കുമ്പോൾ കിട്ടുന്ന ഈ ID ആണ്, ഈ ഡീറ്റെയിൽസിനകത്തുള്ള ID ആണത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് യൂസർ API കോൾ ചെയ്യുക. ഇനി ഒന്നും കൂടെ നമുക്കത് 0 ആക്കി വെക്കാം, ഓഫ്ലൈൻ ആക്കി വെക്കാം. അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഫാൾസ് ആയിട്ടുണ്ട്. ട്രൂ ആക്കണമെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ API അപ്ഡേറ്റ് യൂസർ എന്നുള്ള API തന്നെയാണ് ഒരുവിധം പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും ഇതുപോലെ തന്നെ ഇങ്ങനത്തെ മൈന്യൂട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് യൂസർ ഓൾറെഡി ഞാൻ പറഞ്ഞത് തന്നെയാണ്. മറ്റേതിൻ്റെ കഥ എന്താ അറിയില്ല, കുറേ മുന്നേ ചെയ്ത് വെച്ച യൂസർ ആയതുകൊണ്ട് അറിയില്ല. ആ യൂസർ ഇപ്പോൾ നിലവിലുണ്ടോയെന്ന് അറിയില്ല, റെക്കോർഡ് അവിടെ ഉണ്ടോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മുടെ പുതിയ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ ഡോക്ടറെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റാർട്ട് കൺസൾട്ടേഷൻ അല്ല, അതൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊഫൈൽ എഡിറ്റ് പ്രൊഫൈൽ കംപ്ലീറ്റ്ലി എന്താണ്, നമ്മൾ അപ്ഡേറ്റ് പ്രൊഫൈൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് നോട്ട് ചെയ്യാം. 18 എഡിറ്റ് പ്രൊഫൈൽ സെയിം API തന്നെയാണ്. അപ്ഡേറ്റ് യൂസർ. നിങ്ങൾ ഡീറ്റെയിൽ ആയി പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഇനി കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ലോക്കൽ സ്റ്റോറേജ് നിർത്താണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, പിന്നെ ആഡ് വർക്കിംഗ് ഡേയ്സ്, ടോക്കൺസ് പെർ ഡേ, സെറ്റ് വർക്കിംഗ് അവേഴ്സ്. ഈ ടോക്കൺസ് പെർ ഡേ നമ്മൾ ഇതിനകത്ത് ഉണ്ട് തോന്നുന്നുണ്ട്. ടോക്കൺസ് പെർ ഡേ ഇവിടെ ഉണ്ട്. ഇനി ആഡ് വർക്കിംഗ് ഡേയ്സ് ഇതിലല്ല, അത് വേറെയാണ്. കാരണം ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇങ്ങനെ പ്ലസ് എടുക്കുമ്പോൾ എന്താണ് വേണ്ട, അത് നിങ്ങൾക്ക് അറിയാലോ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിലേ ഇട്ടിട്ട് API വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഓരോ APIയിലും ഓരോ ക്ലിക്കിലും API വിളിക്കേണ്ട കേസ് ഉണ്ടാവും. അത് നിങ്ങളുടെ
ഇതിനനുസരിച്ച് ചെയ്യുക. ബെറ്റർ ഒരു ടൈം ഒരു 2 സെക്കൻഡ് ഡിലേ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുന്ന API വിളിക്കുന്നതാണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ്ലി ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പ് ഇൻ്റർവെല്ലിൽ 2 സെക്കൻഡ് കൂടുതലായി കഴിഞ്ഞാൽ API വിളിക്കുന്ന ആ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ ഒക്കെ നോക്കുക. പിന്നെ സെറ്റ് വർക്കിംഗ് അവേഴ്സും പിന്നെ അതുപോലെ തന്നെ ആഡ് വർക്കിംഗ് ഡേയ്സും ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലോഗൗട്ട് ജസ്റ്റ് ആപ്പിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്യുക, ലോക്കൽ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക, പിന്നെ അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ടിങ് പേജിലേക്ക് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഡോക്ടർ ആപ്പിൻ്റെ ഈ ഒരു പേജിൽ. നമുക്ക് ഇനി ആഡ് വർക്കിംഗ് ഡേയ്സിനെ പറ്റി നോക്കാം. ആഡ് വർക്കിംഗ് ഡേയ്സ് 20 ആഡ് വർക്കിംഗ് ഡേയ്സ് നോക്കാം. ആഡ് ഷെഡ്യൂൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ആവാനാണ് ചാൻസ്. ഗെറ്റ് ടൈം സ്ലോട്ട് ഉണ്ട്, എന്താണെന്ന് നോക്കേണ്ടി വരും. ഓൾറെഡി ഉള്ളൊരു യൂസറിൻ്റെ അത് വെച്ച് വിളിച്ചു നോക്കട്ടെ എങ്ങനെ വരുന്നു നോക്കാം. ഓക്കെ, മൺഡേ ടൈം ഫ്രം ടൈം ടു യൂസർ, ഏതാണ് യൂസർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ടോക്കൺ കൊടുക്കേണ്ടതില്ല ഇതിന്. ആഡ് വർക്കിംഗ് ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ മൺഡേ ടൈം ഫ്രം ടൈം ടു, അതിനല്ല ഇവിടെ ഉള്ളത്. മൺഡേ ഫ്രം ടൈം ടു ടൈം, ട്യൂസ്ഡേ ഫ്രം ടു, മൺഡേ വീണ്ടും അഡീഷണൽ വേറെ ടൈം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡേ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ ഡേ മൺഡേ രണ്ട് ടൈം സ്ലോട്ട് ഉണ്ട്. ട്യൂസ്ഡേ എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, മൺഡേ 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് യൂസറിനെ ഗെറ്റ് ചെയ്യുന്നത്, ടൈം സ്ലോട്ട് ഗെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടറെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐഡിയ ഒന്ന് എടുത്തേക്കട്ടെ, ചിലപ്പോൾ ആവശ്യം വരും. നമ്മുടെ യൂസറിൻ്റെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർക്ക് ടൈം ഷെഡ്യൂളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഗെറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, MTR ആണ്, മീൻസ് ഒന്നുമില്ല, ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ ആപ്പിൽ മാനേജ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ ഡോക്ടർക്ക് ഷെഡ്യൂൾ ആഡ് ചെയ്ത് നോക്കാം. ഷെഡ്യൂൾ ആഡ് ചെയ്യുന്ന ഫോർമാറ്റാണ് ഇത്. നമുക്ക് ഡോക്ടർ എങ്ങനെ മനസ്സിലാവുന്നത്? കീ ഉണ്ടോ? ഓക്കെ, ടോക്കൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ടോക്കൺ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ടോക്കൺ ലോഗിൻ ചെയ്തപ്പോൾ കിട്ടിയിരുന്നു, രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിരുന്നു. കോപ്പി ചെയ്തിട്ടുണ്ട്. മൺഡേ 17 to 18 ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ 10 to 9 ഉണ്ടായിക്കോട്ടെ. 10 to 11 10 to 11 മൺഡേ ഉണ്ട്. ഇനി ട്യൂസ്ഡേ വേണ്ട വാല്യൂസ് ഒക്കെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് തന്നെ ഡാറ്റ യൂസ് ചെയ്യാം. ട്യൂസ്ഡേയും 10 to 11 ഉണ്ട്, വെനസ്ഡേയും 10 to 11 ഉണ്ട് വിചാരിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഡോക്ടറിൻ്റെ ടൈമിംഗ് ഒക്കെ ഷെഡ്യൂൾ ഗെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഷെഡ്യൂൾ കയറിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആപ്പിൽ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് മൺഡേൻ്റെ അണ്ടറിൽ ഇത് കൊണ്ടുവരണം. മൺഡേ എന്നുള്ള കീ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ വരുന്ന ടൈം ഫ്രം ടു ഒക്കെ നോട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ ഇവിടെ വേണ്ടുള്ളൂ. ഇവിടെ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇവിടെ ഒരു ബട്ടൺ എന്തോ ആക്റ്റീവ് ഇൻആക്റ്റീവ്
അതുണ്ടോ നോക്കട്ടെ. അതില്ല അല്ലേ. ഓക്കെ, മൺഡേ എനേബിൾ ഡിസേബിൾ. അത് 25 എന്താണ് ഡേ വർക്കിംഗ് ഡേയ്സ്. വർക്കിംഗ് ഡേയ്സ് എനേബിൾ ഡിസേബിൾ മിസ്സിങ് ആണെന്നാണ്. നോക്കാം, നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും വഴിയിലൂടെ അത് ചെയ്തിട്ടുണ്ടാവും. API ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ആഡ് വർക്കിംഗ് ഡേയ്സ് API ഞാൻ പറഞ്ഞോ. ആഡ് വർക്കിംഗ് ഡേയ്സ്, ആഡ് ഷെഡ്യൂൾ. അതുപോലെ ഗെറ്റ് എന്തായിരുന്നു, ഗെറ്റ് ഷെഡ്യൂളുണ്ട്. ആഡ് ഷെഡ്യൂളും ഉണ്ട്, ഗെറ്റ് ഷെഡ്യൂളും ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ടൈം സ്ലോട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ഈസ് ആക്റ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡോക്ടറിൻ്റെ ആണോ? ക്രിയേറ്റഡ് ബൈ, മോഡിഫൈഡ് ബൈ. ഇത് നമ്മുടെ ഇപ്പോൾ കൊടുത്ത ഡോക്ടറിൻ്റെ അല്ല, ഇത് വേറൊരു എന്തോ ഡീറ്റെയിൽസ് ആണ്. ഇത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറയാം. നമുക്കിപ്പോൾ ഇതിൽ ഗെറ്റ് ഷെഡ്യൂളിൽ ഡോക്ടർ ആക്റ്റീവ് ആണോ ഇന്നാക്റ്റീവ് ആണോ, അതുപോലെ തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാനും പറ്റണം. എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ID വെച്ചിട്ട് പോസ്റ്റ് ചെയ്താൽ മതിയാവും. നമുക്ക് നോക്കാം. ID ഓക്കെ, വെനസ്ഡേ മാറ്റിയിട്ട് ഞാനത് തേഴ്സ്ഡേ ആക്കാൻ പോവാണ്. അപ്പോൾ ഡാറ്റ അപ്ഡേറ്റഡ് എന്നാണ് വരിക. അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡാറ്റ അപ്ഡേറ്റഡ് ആണ്. 13ാമത്തത് തേഴ്സ്ഡേ ആയിട്ടുണ്ട്. ഗെറ്റ് കൊടുത്ത് നോക്കട്ടെ. ഓക്കെ, ഗെറ്റ് 13ാമത്തെ എന്തായിട്ടുണ്ട്, തേഴ്സ്ഡേ ആയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് API തന്നെയാണ്. ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെക്കാം, ഇനി കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത്? ID ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഗെറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ID ഉണ്ടല്ലോ, ആ ID വെച്ചിട്ട് ടൈം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ടൈം അപ്ഡേറ്റ് ചെയ്യുക, ഡേ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഡേ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇത് ഇവിടെ വേണ്ട. നമ്മുടെ ID ഇതാണ്. ID അറിയുന്നത് ഗെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം ID തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഇനിയും മൺഡേയിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. ഓൾറെഡി ഈ ആഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് മൺഡേ ടൈം മാത്രം മാറ്റം വരുത്തിയിട്ട് ആഡ് ചെയ്താൽ മതി. ഡിലീറ്റ് ചെയ്യുന്നത് ഷെഡ്യൂൾ ഡിലീറ്റ്, ആഡ് ഷെഡ്യൂൾ ഉണ്ട്, ഡിലീറ്റ് ഷെഡ്യൂൾ മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കട്ടെ.
ഡിലീറ്റ് ഷെഡ്യൂൾ. ഇവിടെ ഡിലീറ്റ് ടി പി വെച്ചിട്ട് ID കൊടുത്താൽ മതിയാവും. നോക്കാം. പാരാംസിൽ ID ഈക്വൽ ടു ഒരു അറേ ആയിരിക്കും. അറേനകത്ത് 13 അല്ലേ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തത്, അത് കൊടുത്ത് നോക്കാം. ഇവിടെ പാരാമാണ്, ശ്രദ്ധിക്കുക. നോക്കട്ടെ വർക്കാവും നോക്കാം. ഡിലീറ്റഡ് ഡാറ്റ ഹാവിങ് ID 13 നോക്കാം. ഷെഡ്യൂൾ ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 13 എന്നുള്ള ഒബ്ജക്റ്റ് പോകണം, ഉണ്ടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഡിലീറ്റും വർക്കിംഗ് ആണ്. ഇവിടെ ആഡും ഡിലീറ്റും. ഇനി ഈ ഒരു ആക്റ്റീവാണോ ഇനാക്റ്റീവ് ആണോ എന്നുള്ള കേസാണ്, നമുക്ക് ചെയ്യാം. അത് പെൻഡിങ് ആണ്, ചെയ്യാനുണ്ട്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് എനാബിൾ ഓർ ഡിസേബിൾ, അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സ് ഒരു 30. ടൈം എത്ര എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇവിടെ ആഡ് അപ്ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒക്കെ എടുത്തിട്ടുണ്ട്. ആഡ് ഷെഡ്യൂൾ, അപ്ഡേറ്റ് ഷെഡ്യൂൾ, ഡിലീറ്റ് ഷെഡ്യൂൾ. ആഡ് ഷെഡ്യൂൾ, അപ്ഡേറ്റ് ഷെഡ്യൂൾ, ഡിലീറ്റ് ഷെഡ്യൂൾ. അപ്പോൾ ഇത് 3 ഒക്കെ അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഡോക്ടർ ആപ്പ് ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആഡ് ചെയ്തു അല്ലേ. ഇനി സെറ്റ് വർക്കിംഗ് അവേഴ്സ്, ഇത് രണ്ടും സെയിം ആണോ? സെറ്റ് വർക്കിംഗ് ഹവേഴ്സും ആഡ് വർക്കിംഗ് ഡേയ്സും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഓൾറെഡി നമ്മളുള്ള തന്നെയാണ് വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, ഇവിടെ രണ്ടും വർക്കിംഗ് ഡേയ്സ് രണ്ടും സെയിം ആണ് കൊടുത്തിട്ടുള്ളത്. മേ ബി ഇത് സെയിം, അതെന്താ കേസ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ആപ്പ് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് കൺസൾട്ടിങ്ങിൻ്റെ പോർഷനാണ് എവിടെ വരുന്നത്. ഈ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഇവിടെയൊക്കെയാണ് അത് വരുന്നത്. ഇത് ഗെറ്റ് മാത്രമാണ് ഈ ഡോക്ടറിൻ്റെ സൈഡ് വരിക. ഓക്കെ, ഗെറ്റ് യൂസേഴ്സ്, ഇത് യൂസർ സൈഡിൽ പേഷ്യൻ്റ് സൈഡിൽ വരുന്നതാണ്. ഓക്കെ, നമുക്കിനി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റായിട്ട് കയറിയിട്ട് എന്ത് ചെയ്യണം, പേഷ്യൻ്റ് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ ആ ഫ്ലോയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കേസ് വർക്കൗട്ട് ചെയ്യണം. നമുക്കിനി പേഷ്യൻറ്റിനെ വെച്ചിട്ട് പോകുന്ന ഫ്ലോ കുറച്ച് നോക്കാം. ഓക്കെ, ഈ ഇപ്പോൾ അത്രയും കവർ ചെയ്തിട്ടുള്ളത് ഡോക്ടറിൻ്റെ ഫ്ലോ ആണ്. പേഷ്യൻ്റ് ഫ്ലോ, ഇതിലിപ്പോൾ നമുക്ക് പെൻഡിങ് ഉള്ളത് ബുക്കിങ്ങിൻ്റെ പാർട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അത് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഫ്ലോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ പേഷ്യൻ്റ് സംഗതികളൊക്കെ പോയോ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. കൊടുത്തോക്കട്ടെ. A prototype needs to have at least one frame. അപ്പം അത് പേഷ്യൻറ്റിൻ്റെ കാര്യം തീരുമാനമായി. അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് തരിക, എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും.
അപ്പം ഞാൻ ഇത്രയും ചെയ്തെടുത്തോളം ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടാം.